HMBസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ഏകദേശം 2-2:30 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സനവും കൂടി പിന്നെ മലപ്പുറത്തേക്ക് അലങ്കാരപ്രാവുകളുടെ ഒരു നല്ലൊരു പ്രദർശനം നടക്കുന്നുണ്ട് മലപ്പുറം. അപ്പോൾ അവിടത്തേക്ക് പോവാന്ന്. പിന്നെ നമ്മൾ കുറേ മുന്നേ ഒരുപാട് തവണ പോയിട്ടുണ്ട്. സനവും 1-2 തവണ എൻ്റെ അപ്പുറം വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു 10-15 വർഷമായിട്ട് ഈ അലങ്കാരപ്രാവിൻ്റെ മേഖലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം പ്രാവിനെ എടുക്കാണ്ടാണ് പോകുന്നത്. കാരണം നമ്മൾ അതിൻ്റെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ പിന്നെ പ്രാവിനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സനുവാണ് കൂടിയുള്ളത്. സനുവും എൻ്റെ കൂടെ 1-2 പ്രാവശ്യം ഷോന് വന്നിട്ടുള്ളൊരു പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പിന്നെ മലപ്പുറത്തേക്ക് വിടാം അല്ലേ സനു? അപ്പോൾ നമ്മളിപ്പം മലപ്പുറം പിന്നെ MSP ഹാളിലാണുള്ളത്. അവിടെ പ്രാവിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ആൾക്കാരെല്ലാം പ്രാവിനെല്ലാം കൊണ്ടുവന്ന് ഓരോ കേജിലേക്കെല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ മുഴുവനായി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഴുവൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ വീടെല്ലാം ഓരോന്നോരോന്നോരോന്ന് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം മത്സരമെല്ലാം ഏകദേശം ഒരു 9 മണി സമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പം ഓരോ കാറ്റഗറിയിലായിട്ട് ഇങ്ങനെ ബേർഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ കാറ്റഗറിയിലും ഏകദേശം 50-ൽ കൂടുതൽ ബേർഡെല്ലാം ഓരോ കാറ്റഗറിയിലായിട്ട് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ ഗ്രാൻഡ് ഷോ എന്ന ഈ ഷോയുടെ ജഡ്ജ്മെന്റിനായിട്ട് എത്തുന്നത് UK-യിൽ നിന്നുള്ള നെയിൽ പ്രാറ്റ് ആണ്. അപ്പം നമ്മൾ ഫാൻസി പ്രാവുകളെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരാളെ പരിചയപ്പെടാനുണ്ട്. നമ്മളെ ജോസേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാവ് വളർത്തുകാരുടെ കാരണവർ എന്നുകൂടി പറയാം. ഇത്തരത്തിലുള്ള ഒരു ഇതാണ്, ഡെഡിക്കേഷനാണ് ജോസേട്ടൻ നമ്മളെ പ്രാവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ജോസേട്ടൻ നമസ്കാരം. നമസ്കാരമുണ്ട്. ജോസേട്ടനായിട്ട് പിന്നെ കുറെ മുമ്പേ ഉള്ള ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പം ജോസേട്ടനും കൂടിയെല്ലാം ഈ ഷോ നടത്തുന്നത്. അപ്പൊ ജോസേട്ടൻ കുറെ വീട് ഇടുന്നുണ്ടാ? ഒരു 10-17 പീസ് ഇടുന്നുണ്ട് ഉണ്ടല്ലേ? പിന്നെ അതുപോലെ മാക്സി, ഹോമിയറിയം പൗഡർ, ബൂട്ടി ക്യാമറ. ജോസേട്ടന്റെ മെയിൻ അല്ലേ? ഇതാണ് മെയിൻ. പിന്നെ ബ്യൂട്ടി ക്യാമറ ഉണ്ട് അല്ലേ? ക്യാമറ ഉണ്ട്. അങ്ങനെ 4 ജോഡിയാണ്, 4 ബ്രീഡാണ് നമ്മളിപ്പോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. Two. So what I did is check these out, and I went on this side checking them out. And these 2 whites they are really nice birds, and compared to these blues, so I transferred them over to here just so they give them a bit of an extra chance to compete with these. These ones on the other side there, there's some nice birds amongst them. I feel that a lot of them, especially the checker, needs a little bit more show preparation. The other 2 whites are really nice, but you're not going to compete with these 2 whites for any award, so I'm going to give these a little bit more time to settle down. ഈ ബേർഡിനെ കുറച്ച് സമയം കൊടുത്ത് റെസ്റ്റ് എടുത്തിട്ട് അവർ കറക്റ്റ് മോർണിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. The blues that you've got here are really nice birds. Quality of them
as good as you see in Germany. This Cockbird here, I really like the length of the leg on him, slim body on him, nice glow. He just needs a little bit more show preparation to get him bumped up a bit. If you single these off, I don't know how you keep them, but single them off at least a week or two before the show, just to crazy the heads a bit. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യൂറിംഗ് തന്നെയാണ്. അപ്പം So this is the area that we're talking about, high on the wing shield, to get the curl right up on the top. This is the difficult part within the braid, and the curling on the sides on the wing shields to be nice and tight.
ശരിക്കും ഈ ഡ്രില്ലിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം അത് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടും അത് തന്നെയാണ്. ഷീൽഡ് തൊട്ട് തന്നെ ഈ കേളിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ജഡ്ജി പറയുന്നത്. The good ones will have the curl right up on the wing shield. ഇതിനെ നല്ല രീതിയിൽ തന്നെ കേളിങ്സ് ഉണ്ട്. നല്ല രീതിയിൽ ഇതുപോലെ ഫുള്ളായിട്ടാണ് ഇതുപോലെ കേളിങ് ആയിട്ട് തന്നെ ട്രെയിനിങ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.